നാഷണൽ ഫാക്ഷനുകൾ നോക്കി തന്നെയാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അത് പരിഗണിക്കേണ്ടതായി വരും. ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നതായിരിക്കും, ഞാൻ വെറുതെ പ്രേക്ഷകരെ നോക്കി കൊഞ്ഞനം കുത്തുന്നതായിരിക്കും. പക്ഷേ അതിനെ കവച്ചു വെച്ചും കോൺഗ്രസ് തീരുമാനം എടുത്തിട്ടുണ്ട്. അത് CPM കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് എറണാകുളത്ത് ശ്രീ മുഹമ്മദ് ഷിയാസ് ജയിച്ചത്, അതുകൊണ്ടാണ് മലപ്പുറത്ത് ശ്രീ VS ജോയ് ജയിച്ചത്, അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സുധീർ ഷാപാലോട് ജയിച്ചത്. നോക്കൂ, ഞങ്ങൾ ഒറ്റയടിക്കങ്ങ് ചേഞ്ച് വരുത്തിയെന്നല്ല, ഞങ്ങൾ ചില മാറ്റത്തിന്റെ തുടക്കങ്ങൾ ഞാൻ ഈ പറഞ്ഞ 3 പേരുകളിലൂടെ മുമ്പോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ ഈ തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അത് ജനം ഏറ്റെടുത്തുകൊണ്ടാണ്. 10% താഴെ പോലും സ്വന്തം സമുദായക്കാരില്ലാത്ത ഈ 3 ഇടങ്ങളിലും വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് അവിടെ പോയി മത്സരിച്ചവർക്ക് ജയിക്കാൻ പറ്റുന്നത്. അതാണ് കേരളത്തിന്റെ മതേതര മണ്ണ്. ആ മണ്ണിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് ജനത്തിന് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോ ഈ 20 മന്ത്രിമാരെ പരിഗണിച്ചു. അവരുടെ കയറ്റിറക്കങ്ങളോ അവരുടെ എക്സ്പീരിയൻസോ ഒക്കെ ഇന്ന് രാത്രി കൂടി ചർച്ചയാവും. നാളെ തൊട്ട് അവരുടെ പെർഫോമൻസ് ആണ് ചർച്ചയാകാൻ പോകുന്നത്. ആ പെർഫോമൻസിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. അത് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ 100-ൽ 100 മാർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. അത് ഏറ്റവും ഇളയ മെമ്പറായ ജനീഷ് മുതൽ ഈ മന്ത്രിസഭയിലല്ല, ഏറ്റവും സീനിയറായ സ്പീക്കറായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെയുള്ളവരിൽ എല്ലാവർക്കും A+ കൊടുക്കാൻ ജനത്തിന് സാധിക്കും ആ ഓഡിറ്റിൽ എന്ന വിശ്വാസമാണ് ഈ മന്ത്രിസഭയെ, ഈ ടീമിനെ മുമ്പോട്ട് വെക്കുമ്പോൾ ടീം UDF-നുള്ളത്, കോൺഗ്രസിനുള്ളത്. ശ്രീ ഉല്ലാസ് ബാബു.